നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിയുടെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ഭരണകൂടത്തിന്റെ തീരുമാനം. മലയാളികൾ മാത്രമല്ല, മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നുപോലും സന്ദർശകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. വൻ പദ്ധതികളാണ് ദുബായിൽ ഇനി വരാനിരിക്കുന്നത്. നഗരങ്ങളെ മാത്രമല്ല, ദുബായിയുടെ ഗ്രാമങ്ങളെ കൂടി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതികൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചിരുന്നു. നിരവധി തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് മെച്ചപ്പെട്ട തൊഴിൽ നേടാൻ പ്രവാസികൾക്ക് വളരെ ഉപകാരപ്രദമാകും. ഇപ്പോൾ എമിറേറ്റിലെ മരുഭൂമിയിൽ കൃഷിയുടെയും ടൂറിസത്തിന്റെയും സാധ്യതകൾ സമന്വയിപ്പിച്ച് വൻ പദ്ധതി ഒരുങ്ങുകയാണ്. സുസ്ഥിര നഗരങ്ങളുടെ നിർമ്മാണത്തിൽ മുന്നോട്ട് നിൽക്കുന്ന URB കമ്പനിയാണ് വൻ അഗ്രി ഹബ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഭക്ഷ്യസുരക്ഷ, വിനോദം, സാഹസികത എന്നിവ ചേരുന്ന ലോകത്തെ ഏറ്റവും വലിയ അഗ്രി ടൂറിസം പദ്ധതിയിലൂടെ 10,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ഗ്രാമീണ സന്ദർശക കേന്ദ്രമായി ദുബായിയെ പരിവർത്തിപ്പിക്കാൻ കേന്ദ്രം സഹായിക്കുമെന്നാണ് കമ്പനി അധികൃതർ പ്രതീക്ഷിക്കുന്നത്. സന്ദർശകർക്ക് പുതിയ പരിസ്ഥിതി സൗഹൃദ ഷോപ്പിംഗ്, ഡൈനിങ്, എഡ്യൂടൈൻമെന്റ് അനുഭവം നൽകുന്ന ഇവിടെ പ്രാദേശിക കർഷകരുടെ ഫാമുകളിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിച്ച് വിൽക്കാൻ ഇടമുണ്ടാകും. പദ്ധതി നടപ്പിലാക്കാനുള്ള സ്ഥലത്തിന് വേണ്ടി ആദ്യഘട്ട പഠനങ്ങൾ നടന്നിട്ടുണ്ട്. 2024 കൃത്യമായ സ്ഥലം നിർണയം പൂർത്തിയാകും. 2025 നിർമ്മാണം ആരംഭിച്ച് 2030 പൂർത്തിയാക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. ദുബായിയുടെ ടൂറിസം സാധ്യതകൾ വിപുലപ്പെടുത്താനുള്ള പദ്ധതികൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചിരുന്നു. അതിനാൽ അഗ്രി ടൂറിസം പദ്ധതിയിലും മികച്ച പ്രോത്സാഹനം തന്നെ ഉണ്ടാകും എന്ന് വേണം വിലയിരുത്താൻ. വരുന്ന 50 വർഷത്തിനുള്ളിൽ കൂടുതൽ ഉയരങ്ങൾ കൈവരിക്കുന്നതിനായി സുസ്ഥിര വികസനത്തിന്റെ എല്ലാ മേഖലകളിലും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരം UAE മുന്നേറുമെന്ന് ദുബായ് ഭരണാധികാരി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ മാതൃഭൂമി എല്ലായ്പ്പോഴും ഒരു ദാതാവും സമാധാന നിർമ്മാതാവുമായി തുടരും. സർക്കാർ പ്രകടനം മെച്ചപ്പെടുത്തുക, ഭാവി പ്രദാനം ചെയ്യുക, നവീകരണം പ്രോത്സാഹിപ്പിക്കുക, പ്രാദേശിക സമൂഹങ്ങളെ ശാക്തീകരിക്കുക, ദാരിദ്ര്യത്തിനെതിരെ പോരാടുക, ശുദ്ധമായ ഊർജം മുന്നോട്ട് കൊണ്ടുപോവുക, സഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള പ്രാദേശിക, ദേശീയ, അന്തർദേശീയ സംരംഭങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് കൂട്ടിച്ചേർത്തിരുന്നു. ഇതുകൂടാതെ ദുബായിയുടെ ഗ്രാമങ്ങളെ കൂടി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതികൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരമാണ് നമുക്കുള്ളത്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ദുബായിലെ നാട്ടിൻപുറങ്ങളെയും വന്യമൃഗ സങ്കേതങ്ങളെയും ഏറ്റവും ആസ്വാദ്യകരവും മനോഹരവുമാക്കുക എന്നതാണെന്നും ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിച്ചിരുന്നു. ദുബായിലെ ഗ്രാമപ്രദേശങ്ങളിലും വനം പ്രദേശങ്ങളിലും ഞങ്ങൾ വ്യത്യസ്തവും പുതിയതുമായ ടൂറിസ്റ്റ് അനുഭവങ്ങൾ നൽകും. ഏറ്റവും മികച്ചത് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.